ഹലോ ഫ്രണ്ട്സ്, മാർ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റെട്ടോയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാർത്തിക് സുബ്രാജ് പടം തന്നെ നമ്മുടെ സൂര്യാണന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് ഈ ഒരു ട്രെയിലറിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത്. വിഷയം ട്രെയിലർ, അതായത് ലവ് ലാഫർ വാർ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സിനിമയിൽ എടുത്തേക്കുന്നത്. അതേപോലെ ആ ഒരു ട്രെയിലർ കട്ട്സ് കാണുവാണെങ്കിൽ ഓരോ സെഗ്മെന്റും അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളതിന്റെ മ്യൂസിക് ഇറങ്ങിയപ്പോഴും നമുക്കറിയായിരുന്നു. അത് ഓരോ മ്യൂസിക്കിലും ഓരോ തരത്തിലുള്ള കണ്ടന്റ്സ് വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യം മ്യൂസിക് ഇറങ്ങിയത്. അപ്പം ഈ ഒരു ട്രെയിലറിനകത്തും അതുപോലെ ഓരോ അതായത് ലവ് ലാഫർ വാർ ആ ഒരു കണ്ടന്റ് കറക്റ്റായിട്ട് ഒരു പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടം നമുക്ക് കാണാം. കാരണം വിഷയം ട്രെയിലർ. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ജയറാമിന്റെ കാര്യത്തിലേ ഉള്ളൂ എനിക്കൊരു ചെറിയ പേടി. ബാക്കിയെല്ലാം കൂടെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വിഷയമാണ്. പിന്നെ ജയറാമിനെ അത്ര നശിപ്പിക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, കാർത്തിക് സുബ്രാജ് ആയതുകൊണ്ട്. പിന്നെ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷ് നാരായണൻ കിട്ടും മ്യൂസിക്. ഇതിന്റെ ഫസ്റ്റ് സിംഗിളും സെക്കൻഡ് സിംഗിളും ഒക്കെ ഒരു നിരാശപ്പെടുത്തിയെങ്കിലും തേർഡ് സിംഗിളിൽ അത് പൊളിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ടോട്ടലി അത് ഡിഫറൻസ്. അതായത് ലാസ്റ്റ് ഒരു BGM ഒക്കെ വരും സൂര്യൻ ഞാൻ നടന്നു പോകുന്ന സമയത്തൊക്കെ. അത് കാണുമ്പോൾ നമുക്ക് റിയലി റൊമാൻറ്റിഫിക്കേഷൻ ആണ്. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ എന്തോ ഓളമായിരിക്കും നമുക്ക് ഇപ്പോഴേ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും മെയ് 1 പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ ഫാൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ പൈസ സെറ്റാക്കി വെച്ചാൽ റിയൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും പടം. അത് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും സംഭവം തന്നെ എനിക്ക് സൂര്യയുടെ കാര്യം വിഷയം, ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ സൂര്യയുടെ ഒരു വൺ മാൻ ഷോ ആയിരിക്കും പടം എന്ന് നമുക്ക് തീർച്ചയാണ്. പിന്നെ നമ്മുടെ ജോജു ജോർജ് ഒക്കെ ഇതിനകത്ത് വിഷയമാണ്. ഇത് 90s കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. പിന്നെ മേക്കിംഗ് ആണേലും ഇതിന്റെ മ്യൂസിക് ആണേലും ഫൈറ്റ് എടുത്തു പറയേണ്ട സംഭവമാണ്. ഈ ട്രെയിലറിൽ ആക്ഷൻ സീക്വൻസ് ആണ് ഭൂരിഭാഗം. ആ ഒരു സീക്വൻസ് മൊത്തം പൊളിയായിരുന്നു. ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ട്രെയിലർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ പൂജ ഹെഗ്ഡെ ആണ് നായികയായിട്ട് എത്തുന്നത്. പുള്ളിക്കാരി നല്ല ഇതായിരുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഇതില്ല, മൊത്തം സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടമാണ്. സൂര്യ വൺ മാൻ ഷോ, സൂര്യ എന്ന് പറയുന്ന സംഭവം പോലെ ഫുൾ വൺ മാൻ ഷോ ആണ് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സൂര്യാണന്റെ തിരിച്ചുവരവ് നമ്മൾ ഇതിലൂടെ ഉറപ്പിക്കാം. ഈ ഒരു ട്രെയിലറിനെ കണ്ടതിന് ശേഷം നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായും ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. ഈ കാർത്തിക് സുബ്രാജ് പടമാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു കളക്ഷൻ നേടട്ടെ. ഇത് 100% തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഈ ട്രെയിലറിലൂടെ മനസ്സിലാവും. അപ്പം എല്ലാ സൂര്യാണം ഫാൻസിനും നമുക്ക് ഒരു ആവേശം നിറയ്ക്കുന്ന ഒരു ട്രെയിലറാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പം ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.